നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലേറ്റ കനത്ത പരാജയത്തിന്റെ പേരിൽ SNDP യോഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് CPM കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ റിപ്പോർട്ട് ചെയ്യാനായി കരുനാഗപ്പള്ളിയിൽ ചേർന്ന ദക്ഷിണ മേഖലാ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. CPMന് ലഭിച്ചിരുന്ന SNDP വോട്ടുകളിൽ ചോർച്ചയുണ്ടായി എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. BDJS രൂപീകരിച്ചത് യാദൃച്ഛികമായല്ല. തെക്കേ ഇന്ത്യയിലെ BJPയുടെ മുന്നേറ്റം കൃത്യമായി പരിശോധിക്കണമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ BJPക്ക് തിരിച്ചടി നേരിട്ടെങ്കിലും കേരളത്തിൽ വോട്ട് ശതമാനം വർദ്ധിച്ചുവെന്നും UDF BJP മത്സരം എന്ന നിലയിലേക്കുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും യെച്ചൂരി പറഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP രണ്ടാമതെത്തുമെന്ന ധാരണ താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തിയെന്നും ഇതിനെ ഗൗരവത്തോടെ കാണണമെന്നും കേരളത്തിലെ ധാർഷ്ട്യവും അഴിമതിയും പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. SNDP ശാഖായോഗത്തിൽ സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റു എന്നും ഗോവിന്ദൻ ആരോപിച്ചു. SNDPയിൽ എതിരഭിപ്രായമുള്ള കമ്മിറ്റികൾ പിരിച്ചുവിട്ടിട്ട് പുതിയത് രൂപീകരിക്കുകയാണ്. SNDPയിലെ ഈ പ്രവണത ചെറുത്തു തോൽപ്പിക്കണമെന്നും ഗോവിന്ദൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ നൽകാത്തത് തിരിച്ചടിയായി എന്ന വിമർശനവും ഉന്നയിച്ചു. സർക്കാരും പാർട്ടിയും ജനങ്ങളും പരസ്പര പൂരകങ്ങളാകണം. ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ താഴെത്തട്ടിലുള്ള നേതാക്കൾക്ക് കഴിയുന്നില്ല. പാർട്ടിയിൽ ചില പ്രാദേശിക അധികാര കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നു. സഹകരണ മേഖലയിൽ അഴിമതി ഉണ്ടാകരുതെന്നും സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിലെ തോൽവി കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. അതേപോലെ തന്നെ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ പിന്നിൽ പോയത് അതീവ ഗുരുതരം തന്നെയാണ്. കൊല്ലത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായോ എന്ന് പരിശോധിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ SFIയെ ന്യായീകരിച്ചപ്പോഴും കരുനാഗപ്പള്ളി ലോക്കൽ യോഗത്തിലും MV ഗോവിന്ദൻ SFIയെ തള്ളി പറഞ്ഞു. SFIയുടെ പ്രവർത്തനം അവമതിപ്പ് ഉണ്ടാക്കുന്നു. അക്രമത്തിലൂടെ ക്യാമ്പസ് പിടിച്ചെടുക്കാം എന്ന SFIയുടെ ശൈലി ശരിയല്ല എന്നും ഇത് തിരുത്തണമെന്നും പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ വരെയുള്ളവരാണ് റിപ്പോർട്ടിംഗിൽ പങ്കെടുത്തത്.